കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറുന്ന നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ചില പുതിയ മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് വന്ദനം അറിയിക്കുന്നു. 1500കളിൽ ക്രിസ്തീയ സഭകളിൽ സുവിശേഷം നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് സുവിശേഷത്തിൻ്റെ വെളിച്ചം മനുഷ്യർക്ക് നൽകി. അതിനെയാണ് നമ്മൾ നവീകരണം എന്ന് പറയുന്നത്. നവീകരണം എന്ന് പറയുന്നത് സുവിശേഷത്തെ മനസ്സിലാക്കുവാനായിട്ട് ദൈവം സഹായിച്ച ആ ക്രമീകരണമാണ്. അപ്പം ഈ നവീകരണ കാലത്ത് 5 പ്രഖ്യാപനങ്ങളാണ് പ്രസിദ്ധമായി പ്രസിദ്ധമായി തീർന്നത്. അത് നവീകരണത്തിൻ്റെ പ്രസ്താവനകളാണ് എന്ന് പറയാം. അവയെ സോളാസ് എന്നാണ് ലത്തീൻ ഭാഷയിൽ വിളിക്കുന്നത്. ലത്തീൻ ഭാഷയിൽ മാത്രം എന്ന വാക്കുപയോഗിച്ച് പറഞ്ഞ കാര്യമാണ്. സോള എന്ന് പറഞ്ഞാൽ അത് മാത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. അവരാദ്യമേ പറഞ്ഞ പ്രസ്താവന സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞ പ്രസ്താവനയാണ്. വിശ്വാസവും ആചാരങ്ങളും ഒക്കെ മനസ്സിലാക്കുവാനുള്ള ഏക അടിസ്ഥാനം ദൈവത്തിന് വചനമായ ബൈബിളാണ് എന്നതാണ് അവരാദ്യമേ പറഞ്ഞ കാര്യം. സോളാ സ്ക്രിപ്ചറ, ബൈബിൾ അലോൺ. നമ്മൾ സത്യം മനസ്സിലാക്കാനായിട്ടുള്ള ഏക വഴി ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളാണ്. അതിൻ്റെ ആധികാരിക അതിൻ്റെ നിലവാരം എന്ന് പറയുന്നത് തിരുവെഴുത്തുകളാണ് എന്നാണ് അവർ പറഞ്ഞത്. രണ്ടാമത് അവർ പറഞ്ഞ കാര്യം രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവാണ് എന്ന കാര്യമാണ് അവർ പറഞ്ഞത്. നമുക്ക് രക്ഷ വരുത്തിയത് യേശുക്രിസ്തുവാണ് എന്നവർ പറഞ്ഞു. അതിനവർ പറഞ്ഞത് സോളാ ക്രിസ്റ്റോ എന്നുള്ളതായിരിക്കുന്ന വാക്കാണ്. സോളാ ക്രിസ്റ്റോ, ക്രൈസ്റ്റ് എലോൺ. ക്രൈസ്റ്റ് എലോൺ ഈസ് അവർ സേവിയർ. കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് നമുക്ക് രക്ഷകനായിട്ടുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ബലിമരണമാണ്, പാപപരിഹാര ബലിയാണ് നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത് മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞത്. മൂന്നാമത് അവർ പറഞ്ഞ കാര്യം ദൈവം നമ്മളോട് ഈ കരുണ കാണിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം നമ്മളെ രക്ഷിക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ കൃപയാണ്. ദേ സെഡ് സോളാ ഗ്രാഷ്യ, ഗ്രേസ് എലോ. കൃപ മാത്രമാണ് നമ്മളെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് എന്ന് പറഞ്ഞു. നാലാമത് അവർ പറഞ്ഞതായിരിക്കുന്ന കാര്യം ദൈവം ഒരുക്കിയ ഈ രക്ഷ സ്വീകരിക്കാനുള്ള വഴി വിശ്വാസം മാത്രമാണ് എന്നവർ പറഞ്ഞു. സോളാ ഫീഡേ, ഫെയ്ത്ത് എലോ എന്നവർ പറഞ്ഞു. പിന്നെ അവസാനമായിട്ട് അവർ പറഞ്ഞത് ഈ ദൈവത്തിൻ്റെ പരിപാടികളിലെല്ലാം മുന്തി നിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം മഹത്വം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞത് സോളാ ഡിയോ ഗ്ലോറിയ എന്നതായിരിക്കുന്ന വാക്ക്. ഗ്ലോറി ടു ഗോഡ് അലോൺ, ദൈവത്തിന് മാത്രമാണ് മഹത്വം. അപ്പം ഞാനത് ഇംഗ്ലീഷിൽ അങ്ങ് പറയാം. സോളാ സ്ക്രിപ്ചർ അലോൺ, ദൈവവചനം മാത്രം. ക്രൈസ്റ്റ് അലോൺ, രക്ഷയ്ക്ക് ആധാരം കർത്താവ് മാത്രം. ഗ്രേസ് അലോൺ, ഈ രക്ഷയുടെ കാരണമെന്ന് പറയുന്നത് കൃപ മാത്രം. ഇത് സ്വീകരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് വിശ്വാസം മാത്രം, ഫെയ്ത്ത് അലോൺ. അവസാനം പറഞ്ഞു ഇതിലെല്ലാം കൂടെ വെളിപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് ഇതിനുള്ള മഹത്വം എല്ലാം ദൈവത്തിന് മാത്രമെന്ന് പറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളത് മറന്നു പോകരുത്. സുവിശേഷം നമ്മൾ വിശ്വസിച്ച ആളുകളാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ അടിത്തറ എന്താണ് എന്നത് നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം അപ്പോസ്തലപ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു പെരിക്കപ്പി, അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്ന അതാണ്. അതെല്ലാം പറയാനായിട്ട് എനിക്ക് നേരമില്ല. അതുകൊണ്ട് ഞാൻ 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. ഇപ്പോൾ വേദശാസ്ത്രികൾ ഈ വേദഭാഗത്തെക്കുറിച്ച് പറയുന്ന കാര്യം, 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യം ഒരുപക്ഷേ അപ്പോസ്തലപ്രവൃത്തികളിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഭാഗം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഓഫ് ദ ബുക്ക് ഓഫ് ആക്ട്സ് എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ
31 വരെയുള്ളതായ വാക്യമാണ്. ഇതിനെ യെരുശലേമിലെ അപ്പസ്തലിക സുന്നഹദോസ് എന്ന് ചിലർ വിളിക്കാറുണ്ട്. ഇറ്റ്സ് കോൾഡ് ഫസ്റ്റ് അപ്പോസ്തോലിക് കൗൺസിൽ. അപ്പസ്തലന്മാരുടെ സുന്നഹദോസ് എന്ന് പറയും. യെരുശലേം സുന്നഹദോസ് എന്ന് ചില ആളുകൾ അതിനെ വിളിക്കും. ഏത് നിലയിൽ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇത് അപ്പസ്തല പ്രവൃത്തികളിലെ ഏറ്റവും പ്രാധാന്യമേറിയ യോഹാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. യോഹാന് വേണ്ടിയും കൂടെ ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ യോഹാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ചില പ്രസ്താവനകൾ ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ യോഹാൻ്റെ പേര് പറഞ്ഞത് ക്ഷമിക്കണമെങ്കിലും പരാമർശിക്കുന്നുണ്ട്. സോ താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. ഐ അപ്രീഷിയേറ്റ് യു കമ്മിങ്. ശരി, നമുക്ക് ഈ വാക്യങ്ങളൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ളതായ വാക്യമാണ്. അപ്പോൾ ഇത് കൂടിയ വാക്യമാകും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിച്ചത്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ പ്രസംഗം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രസംഗം അല്ലെങ്കിൽ ഏറ്റവും ഗംഭീരമായ പ്രസംഗം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ മാവു ജോർജ് സഹോദരൻ അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ അധ്യായത്തിൽ നിന്ന് പ്രസംഗിച്ച പ്രസംഗമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രസംഗമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാകും. കാരണം ചോദിച്ചാൽ ദിസ് പോർഷൻ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അത് അത്രത്തോളം പ്രാധാന്യമേറിയ ഒരു വേദഭാഗം ആണ്. ശരി, നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. യഹൂദയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പസ്തലന്മാരുടെ മൂപ്പന്മാരുടെയും അടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നീക്കയിലും ശമരിയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരുശലേമിലെത്തിയാറ് സഭയും അപ്പസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. എന്നാൽ പരീക്ഷ പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റു അവരെ പരിച്ഛേദന കഴിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കം ഉണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറേ നാൾ മുൻപേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വച്ചിട്ടില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരെ കഴുത്തിൽ വയ്പ്പാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വേദഭാഗം വളരെ പ്രാധാന്യമുള്ള വേദവചനമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് സുവിശേഷം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അപ്പസ്തലന്മാർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ സുന്നഹദോസ് അല്ലെങ്കിൽ ഈ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുവിശേഷം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അപ്പസ്തലന്മാർ ഒരുമിച്ച് ചേർന്ന് പറയുന്ന പ്രസ്താവനയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സുവിശേഷം എന്താണ് എന്നുള്ളത് അറിയണമെങ്കിൽ അപ്പസ്തലന്മാർ ഒരുമിച്ച് കൂടി എന്താണ് പറഞ്ഞത് എന്ന് അന്വേഷിച്ചാൽ മതി, അല്ലേ? അതുപോലെ അപ്പോഴേ ഒരു കാര്യം കൂടെ എന്നോട് ചേർത്ത് പറയാം. ചിലപ്പോൾ അപ്പസ്തലനായ പൗലോസും പത്രോസും തമ്മിൽ സുവിശേഷത്തെ സംബന്ധിച്ച് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് മുസ്ലിങ്ങളൊക്കെ പറയും, അല്ലേ? അവർ പറയും സുവിശേഷം മോശമാക്കിയത് ആരാണ്? പൗലോസാണ്.
കർത്താവൊക്കെ നല്ല കാര്യമാണ് പറഞ്ഞു, പക്ഷേ പൗലോസാണ് കുഴപ്പമുണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്നാൽ ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ അപ്പസ്തലനായ പൗലോസും അപ്പസ്തലനായ പത്രോസും പറഞ്ഞ സുവിശേഷം ഒന്ന് തന്നെയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാകും. ദ ഗോസ്പൽ ദാറ്റ് അപ്പോസ്റ്റൽ പോൾ പ്രീച്ച്ഡ് ഈസ് ദ സെയിം ഗോസ്പൽ ദാറ്റ് അപ്പോസ്റ്റൽ പീറ്റർ പ്രീച്ച്ഡ്. അല്ലെങ്കിൽ അപ്പസ്തലന്മാരുടെ മധ്യത്തിൽ സുവിശേഷത്തെ സംബന്ധിച്ചൊരു തർക്കം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ തീരുമാനത്തോടുകൂടെ അവരെല്ലാവരും സുവിശേഷത്തെ സംബന്ധിച്ച് ഏക മനസ്സുള്ളവരാണ്, അവർ പറഞ്ഞ സുവിശേഷം ഒന്ന് തന്നെയാണ് എന്ന് ലൂക്കോസ് നമ്മളോട് പറയുന്നു. There is only one gospel and that gospel is what the apostles preached. അപ്പോസ്തലന്മാരെല്ലാവരും പ്രസംഗിച്ച സുവിശേഷം ഈ സുവിശേഷമാണ്, ഇത് മാത്രമാണ്. അല്ലെങ്കിൽ അവർക്ക് സുവിശേഷത്തെ സംബന്ധിച്ച് അപ്പോസ്തലന്മാർ തമ്മിൽ ഒരു തർക്കമില്ല, അവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 1 Corinthians 15 അധ്യായത്തിന് 11 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങളും അവരും എല്ലാവരും പറയുന്നതായിരിക്കുന്ന സുവിശേഷം ഈ പറഞ്ഞ സുവിശേഷം തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. There was no conflict among the apostles with regard to the gospel. സുവിശേഷത്തെ സംബന്ധിച്ച് അവരുടെ മധ്യത്തിൽ ഒരു യോജിപ്പ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അപ്പസ്തലികമായ സുവിശേഷമാണ് സത്യസുവിശേഷം എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ദി അപ്പോസ്റ്റോലിക് ഗോസ്പൽ ഈസ് ദ ട്രൂ ഗോസ്പൽ. അപ്പസ്തലന്മാർ പറഞ്ഞതായിരിക്കുന്ന സുവിശേഷമാണ് സത്യസുവിശേഷം. എന്നാൽ എൻ്റെ പോലെ സഹോദരങ്ങളെ ഞാൻ പറയാം, അപ്പസ്തലികമായിരിക്കുന്ന ഈ സുവിശേഷം ഇന്ന് ലോകത്തിൽ വിശ്വസിക്കുന്ന സഭകളൊക്കെ അത് മലിനപ്പെടുത്തി എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സഭകളൊക്കെ സുവിശേഷത്തിൽ അയവുവരുത്തി, അതിൽ മലിനപ്പെടുത്തി. സോ വി നീഡ് ടു കം ബാക്ക് ടു ദ ഗോസ്പൽ. നമ്മൾ സുവിശേഷത്തിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഹൃദയത്തിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. ശരി, അപ്പോസ്തലപ്രവൃത്തി 15 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാതെ അതിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോഴേ ഇവിടെ പറയുന്ന ആദ്യ പ്രസ്താവന നമ്മൾ കേൾക്കുന്നത് യഹൂദ്യയിൽ നിന്ന് ചിലർ വന്നു എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന. യഹൂദ്യയിൽ നിന്ന് ചിലർ വന്നു. അവിടെ ഈ യഹൂദ്യ എന്ന് പറഞ്ഞ യെരുശലേമിൽ നിന്നാണ്. ഇതിനെക്കുറിച്ച് ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത് യാക്കോബിൻ്റെ അടുക്കിൽ നിന്ന് ചിലർ വന്നു എന്നാണ് പറയുന്നത്. യാക്കോബിൻ്റെ അടുക്കിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയാം, ഈ ചിലർ എന്ന് പറയുന്നതായിരിക്കുന്ന ആളുകൾ ആരാണ് എന്ന ചോദ്യമുണ്ട്. അപ്പം അതിന് നമ്മൾ അതിനെക്കുറിച്ച് 2 കാര്യങ്ങൾ പറയണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പ്രശ്നം അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മളിപ്പോൾ 15 അധ്യായത്തിൽ കാണുന്നതായിരിക്കുന്ന പ്രശ്നം, അതേ പ്രശ്നം തന്നെയാണ് ഗലാത്യ ലേഖനത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ദ സെയിം പ്രോബ്ലം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്ന പ്രശ്നവും അപ്പോസ്തല പ്രവൃത്തിയിൽ 15 അധ്യായത്തിൽ പറയുന്ന പ്രശ്നവും ഒന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഗലാത്യ ലേഖനം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. ഗലാത്യ ലേഖനം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുകയും ശ്രദ്ധിച്ച് പഠിക്കുകയും ചെയ്യണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ 15 അധ്യായത്തിലെ പ്രശ്നം അതിനെ വളരെ വിശദമായി വളരെ കൃത്യമായിട്ട് അപ്പോസ്തലനായ പൗലോസ് അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദീകരണം നമുക്ക് ഗലാത്യ ലേഖനത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ ആദ്യമേ പറഞ്ഞ കാര്യം ഗലാത്യ ലേഖനത്തിലെ പ്രശ്നവും അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായത്തിലെ പ്രശ്നവും ഒന്ന് തന്നെയാണ് എന്നതാണ് എൻ്റെ ആദ്യത്തെ പ്രസ്താവന, മുഖവുരയുടെ പ്രസ്താവനയാട്ടോ. രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഗലാത്യ ലേഖനവും അപ്പോസ്തല പ്രവൃത്തിയിൽ 15 അധ്യായവും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ അത് എപ്പോഴാണ് ക്രോണോളോജിക്കലി അതെങ്ങനെയാണ്, ഏത് സമയത്താണ് സംഭവിച്ചത്? ഗലാത്യ ലേഖനം അപ്പോസ്തല പ്രവൃത്തിയിൽ 15 അധ്യായത്തിന് മുന്നമേ ആണോ, അതോ ഗലാത്യ ലേഖനം അപ്പോസ്തല പ്രവൃത്തിയിൽ 15 അധ്യായത്തിലെ സംഭവത്തിന് ശേഷമാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്നാൽ വലിയ തർക്കമൊന്നുമില്ലാതെ വളരെ ബുദ്ധിമുട്ടില്ലാതെ ഞാൻ പറയാം, ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ 15 അധ്യായം എന്ന് പറയുന്നത് ഗലാത്യ ലേഖനത്തിന് ശേഷമാണ്. അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായം എന്ന് പറയുന്നത് ഗലാത്യ ലേഖനത്തിന് ശേഷമാണ്. അതിന് കാരണം ഞാൻ പറയാം. അതിന് ഒരു കാരണം നിങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവും. ഗലാത്യ ലേഖനത്തിലെ വിശദീകരണത്തിൽ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലന്മാരെല്ലാവരും കൂടി സുവിശേഷത്തെ സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം നടത്തിയതാണല്ലോ, നിങ്ങൾ ഇനി എന്തിനാ ബന്ധപ്പെടുന്നത് എന്നുള്ളൊരു പ്രസ്താവനയില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രസ്താവനയില്ല.
ഗലാത്യ ലേഖനത്തിലെ പ്രശ്നത്തിന് വളരെ വ്യക്തമായ ഒരു മറുപടിയാണ് ഈ 15-ാമത്തെ അധ്യായത്തിലെ തീരുമാനമെന്ന് പറയുന്നത്. അതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷമാണെങ്കിൽ പൗലോസിൽ നിന്ന് നമുക്ക് വളരെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമാണ്, എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തിനാ ഈ തലതല്ലിച്ചാകുന്നത്? അപ്പസ്തലന്മാരെല്ലാവരും കൂടെ കൂടിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച ഒരു പ്രഖ്യാപനമുണ്ട്, നിങ്ങളത് വായിച്ചിട്ടില്ലേ? അത് ഈ സത്യസുവിശേഷമാണ് എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പ്രസ്താവന ഗലാത്യ ലേഖനം നമ്മൾ കാണുന്നില്ല. അതിന് കാര്യം എന്താ? ഗലാത്യ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്നതാണ് അതിൻ്റെ കാരണം. മാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു സംഭവമുണ്ട്. അപ്പസ്തലനായ പത്രോസ് അന്ത്യോക്യയിൽ വന്നു കേട്ടോ. അപ്പസ്തലനായ പൗലോസ് അന്ത്യോക്യയിൽ വന്നു. അന്ത്യോക്യയിൽ വന്ന സമയത്ത് ആദ്യ സമയത്ത് അദ്ദേഹം അവിടെയുള്ള എല്ലാ ആൾക്കാരോടും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു. ദേ ഓൾ എയ്റ്റ് ടുഗെദർ, ദേ ബ്രോക്ക് ബ്രെഡ് ടുഗെദർ. അവർ ഒരുമിച്ച് അപ്പം നുറുക്കുകയും ഒരുമിച്ച് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചില ആളുകൾ വന്നതിന് ശേഷം പത്രോസ് അവരോട് ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങി എന്നാണ് നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. പൗലോസ് ജാതികളോടുകൂടെ ആഹാരം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചു. അപ്പം അങ്ങനെ തീരുമാനിച്ചപ്പോൾ ബർന്നബാസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യനും ഈ പത്രോസിൻ്റെ കൂടെ ചേർന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരൊക്കെ ചേർന്നു. അപ്പം ഇത് അറിഞ്ഞപ്പോഴാണ് അപ്പസ്തലനായ പൗലോസ് ഭയങ്കരമായിട്ടങ്ങ് കോപിച്ചു കേട്ടോ. കോപിച്ചു എന്ന് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായിപ്പോയി. പത്രോസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആൾക്കാരെല്ലാം ഇരിക്കുക കേട്ടോ. മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, യു ആർ എ ഹിപ്പോക്രിറ്റ്, താങ്കൾ ഒരു കപട വിശ്വാസിയാണ്, താങ്കൾ സുവിശേഷം വിശ്വസിക്കുന്നയാളാണ്, എന്നാൽ സുവിശേഷത്തിൻ്റെ വിശ്വാസവും താങ്കളുടെ പ്രവൃത്തിയും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് പോകുന്നില്ല, താങ്കൾ ചെയ്തത് അപരാധമാണ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞു. അപ്പം അദ്ദേഹം ഉള്ളത് പറഞ്ഞാൽ ഈ പൗലോസിൻ്റെ ശാസന സ്വീകരിച്ചു കേട്ടോ. അതാണ് പത്രോസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അവിടെ 15-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തലനായ പത്രോസ് പറയുന്ന പ്രസ്താവന, പത്രോസാണല്ലോ സുവിശേഷം വ്യക്തമായിട്ട് തീരുമാനമായിട്ട് പറയുന്ന പത്രോസാണ്. അത് അപ്പസ്തലനായ പൗലോസ് പറയുന്ന അതേ സുവിശേഷമാണ്. അവിടെ ഇങ്ങനെ സുവിശേഷം പറഞ്ഞതിന് ശേഷം ഗലാത്യ ലേഖനത്തിൽ വന്ന് പെട്ടെന്ന് കാലുമാറ്റി അദ്ദേഹം വേറൊരു കാര്യം പറയുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ അങ്ങനെ ഒരു പിടിപ്പുകേട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വിധേയപ്പെട്ട് ഒരു തെറ്റായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് വന്നു പത്രോസിന്. എന്നാൽ പൗലോസ് ശാസിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കുറ്റബോധമുണ്ടായി. അത് ചെയ്തത് ശരിയായില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അപ്പോൾ അദ്ദേഹം മാനസാന്തരപ്പെട്ടു കേട്ടോ. അപ്പം 15-ാമത്തെ അധ്യായത്തിൽ പത്രോസ് പറയുന്നതായിരിക്കുന്ന വാക്കുകളിൽ സുവിശേഷത്തിൻ്റെ കൃത്യത നമുക്ക് മനസ്സിലാകുമ്പോൾ അതിൻ്റെ പിൻപിൽ തനിക്ക് വന്നതായിരിക്കുന്ന ആ ബോധ്യം, ആ മനസ്സാന്തരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് 15-ാമത്തെ അധ്യായം ഗലാത്യ ലേഖനത്തിന് മുൻപ് ആണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. 15-ാമത്തെ അധ്യായം ഗലാത്യ ലേഖനത്തിലെ സംഭവങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശരി, നമുക്ക് ഈ വേദഭാഗത്തേക്ക് നമുക്ക് വരാം. അപ്പം ആദ്യത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഇവർ വന്ന് പറഞ്ഞ പ്രശ്നം എന്താ? ഈ യെരുശലേമിൽ നിന്ന് വന്ന ആളുകൾ പറഞ്ഞ ഈ യാക്കോബിൻ്റെ അടുക്കിൽ നിന്നാണ് വന്നതെന്നൊക്കെ ഇവർ പറഞ്ഞെങ്കിലും കേട്ടോ. അങ്ങനെ പറഞ്ഞ പ്രസ്താവനയാണ് ഗലാത്യ ലേഖനത്തിൽ കാണുന്നത്. എന്നാൽ 15-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തലനായ യാക്കോബും എല്ലാം കൂടെ അവസാനം തീരുമാനമെടുത്തപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ അടുക്കൽ നിന്ന് വന്നെന്ന് അവർ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഈ പറഞ്ഞ ആശയവുമായിട്ട് യോജിക്കുന്നയാളല്ല എന്ന് യാക്കോബ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ എഴുത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പസ്തലന്മാരുടെ അവരുടെ ഒരു അംഗീകാരണത്തോടു കൂടെ അല്ല ഈ മനുഷ്യർ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വന്ന ആൾക്കാർ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. വിശ്വസിക്കാതെ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കില്ല. പക്ഷേ വിശ്വസിച്ചാൽ മാത്രം പോരാ. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം മതിയാവുകയില്ല, പിന്നെയോ പരിച്ഛേദന എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന കാര്യമാണ് ഇവർ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അതുവരല്ലേ പറഞ്ഞത്, യഹൂദയിൽ ചിലർ നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ
ഉപദേശിച്ചു. സഹോദരന്മാരെ മാത്രമല്ല കേട്ടോ, സഹോദരിമാരെ ഉപദേശിച്ചു. സഹോദരന്മാരെന്ന് പറഞ്ഞത് ഒരു ജെൻഡർ ന്യൂട്രൽ സ്റ്റേറ്റ്മെൻറ്റാണ്. സഭയെ ഉപദേശിച്ചു എന്നാണ് പറഞ്ഞത്. ആൾക്കാരോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ജീസസ് ക്രൈസ്റ്റ് ഹസ് ഡൺ ഈസ് നോട്ട് ഇനഫ്. കർത്താവായ യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി അത് രക്ഷയ്ക്ക് മതിയാവുകയില്ല. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ അതിനോട് കൂടെ കൂട്ടിച്ചേർക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ പോയിൻ്റ്. അതാണ് ഞാൻ മുഖവരിയൊക്കെ പറഞ്ഞു, കുറേ പോയിൻ്റൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആദ്യ പോയിൻ്റ് ഞാൻ പറയാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയോടുകൂടെ നിങ്ങൾ എന്തെങ്കിലും രക്ഷയ്ക്ക് ആവശ്യമായി കൂട്ടിച്ചേർത്താൽ അത് സുവിശേഷമല്ല, അത് സുവിശേഷത്തിൻ്റെ നിഷേധമാണ്. അതാണ് ഞാൻ ആദ്യമേ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. If you add anything to the gospel, then that is not the gospel. You have rejected the gospel. കർത്താവായ സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ 2 മേഖലകൾ അതിനെക്കുറിച്ച് പറയണം കേട്ടോ. 2 മേഖലകൾ പറയണം. രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന കാര്യം, നമുക്ക് രക്ഷ ലഭിക്കാനായിട്ട് ഉള്ള അടിസ്ഥാനം എന്താണ് എന്ന് ചോദിക്കുന്ന ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയാമോ? ഈ രക്ഷ സ്വീകരിക്കാനുള്ള വഴി എന്താണ് എന്നുള്ള ചോദ്യം. ഈ 2 ചോദ്യങ്ങൾ രക്ഷയെ സംബന്ധിച്ച് ചോദിക്കണം. ഈ 2 കാര്യങ്ങളിലാണ് മനുഷ്യർ കുഴപ്പമുണ്ടാക്കുന്നത്, ഈ 2 മേഖലകളിലാണ്. അപ്പോൾ ചോദിക്കും, രക്ഷയുടെ അടിസ്ഥാനമായിരിക്കുന്നത് എന്താണ്? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ രക്ഷ സ്വീകരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന ചോദ്യം. ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലിമരണം, പാപപരിഹാര ക്രമീകരണം, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ അതിന് ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിനുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് രക്ഷ കിട്ടും എന്നുള്ള ആ രക്ഷയുടെ സന്ദേശത്തോടെ എന്തെങ്കിലും നിങ്ങൾ കൂട്ടിച്ചേർത്താൽ അത് സുവിശേഷത്തിൻ്റെ നിഷേധമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, അപ്പസ്തലനായ പൗലോസും അതുപോലെ തന്നെ ലൂക്കോസും പറയുന്ന കാര്യം അതാണ്. മോശ കൽപ്പിച്ച ആചാരം സുവിശേഷത്തോടു കൂടെ നിങ്ങൾ കൂട്ടിച്ചേർത്താൽ നിങ്ങൾ സുവിശേഷം നിഷേധിക്കുന്ന ആളുകളാണ്. അപ്പം ഞാൻ പറയാം, പരിച്ഛേദന എന്ന് പറയുന്ന കാര്യം, എൻ്റെ മുന്നേ അതൊരു വലിയ കൂടിയ കാര്യമായിരുന്നു കേട്ടോ. പരിച്ഛേദന ഈ അപ്പസ്തലനായ പൗലോസും പത്രോസും ഒക്കെ ഈ പറയുന്ന സമയത്ത് പരിച്ഛേദനയ്ക്ക് എന്തോ പാരമ്പര്യമുണ്ടെന്നറിയാമോ? എന്തൊരു പഴക്കമുണ്ട്. എത്ര കാലമായി കാണും ഈ പ്രാക്ടീസ് തുടങ്ങിയിട്ട്? എത്ര കാലമായി? 50 വർഷം, 100 വർഷം, 1000 വർഷം? 2000 വർഷത്തെ പഴക്കമുണ്ട്. 2000 വർഷത്തെ പഴക്കമുണ്ട് ഈ പണിക്ക്. അബ്രഹാമിന് ദൈവം കൊടുത്ത കൽപ്പനയാണത്. നീ നിൻ്റെ ആൺമക്കളെ പരിച്ഛേദന കഴിക്കണമെന്നുള്ളതായിരിക്കുന്ന കൽപ്പന ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാണ്. അബ്രഹാമിൻ്റെ കാലം എന്ന് പറയുന്നത് BC 2000 ആണ്. അപ്പോഴേ ഈ പറഞ്ഞ പരിപാടി ആരംഭിച്ചിട്ട് ഏകദേശം 2000 വർഷമായി. ഇപ്പം 2000 വർഷം നിലനിന്നതായിരിക്കുന്ന ഒരു പാരമ്പര്യം, അത് വേണ്ടെന്ന് പറയാനായിട്ട് എളുപ്പമാണോ? എൻ്റെ പൊന്നെ, നമ്മൾ ചർച്ച തുടങ്ങിയിട്ട് 10-40 വർഷമേ ആയുള്ളൂ. ആ ചർച്ച തുടങ്ങി ആ കാലത്തുള്ള എന്തെങ്കിലും ഒരു പരിപാടി, എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താനായിട്ട് തുടങ്ങിയാൽ ആളുകളുടെ മുഖം മാറി, മീശ അവരിങ്ങനെ പിരിക്കും. 40 വർഷമായിട്ട് അതെങ്ങനെ നിങ്ങൾ മാറ്റി? എങ്ങനെ മാറ്റാൻ സാധിക്കുന്നു? അവിടെ ഈ ആൾക്കാർ പറഞ്ഞതൊരു അതിശയമൊന്നുമല്ല കേട്ടോ, അതിശയമൊന്നുമല്ല. 2000 വർഷമായിട്ട് ദൈവത്തിൻ്റെ ജനം ദൈവവുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ചിഹ്നം പരിച്ഛേദന എന്ന് പറയുന്ന കാര്യമാണ്. പിന്നെ ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകളെ എങ്ങനെയാണ് ഇസ്രയേലിലുള്ള ആൾക്കാർ വിശദീകരിച്ചിരുന്നത്? ദാവീദ് എങ്ങനെയാണ് ദുഷ്ടന്മാരെ വിശദീകരിക്കുന്നത്? അവരെ വിളിക്കുന്ന അഗ്രചർമ്മിയായ എന്താ പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന കർത്താവ് യഹോവയുടെ നാമത്തെ തുച്ഛീകരിക്കുന്ന ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആരെക്കുറിച്ചാണ് ചോദിച്ചത്? ഗോലിയാത്തിനെ കുറിച്ച് ചോദിച്ച ചോദ്യമാണ്. അഗ്രചർമ്മി എന്ന് പറഞ്ഞാൽ പരിച്ഛേദന ഏൽക്കാത്തവനെന്ന് പറഞ്ഞാൽ അവിശ്വാസി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 2000 വർഷമായിട്ട് നിലനിന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന ഈ പരിച്ഛേദന എന്ന് പറയുന്ന കാര്യം. അപ്പോഴത് വിട്ടുകളയാൻ പ്രയാസം കേട്ടോ. പാരമ്പര്യങ്ങളും നമ്മളുടെ പരിചയങ്ങളും വിട്ടുകളയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനും സുവിശേഷത്തിനും അത് ചേരാത്തതാകുമ്പോൾ ഉപേക്ഷിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. സുവിശേഷത്തിനും ദൈവവചനത്തിനും അത് ചേരാത്തതാകുമ്പോൾ അത് ഉപേക്ഷിക്കാനുള്ളതായിരിക്കുന്ന കടപ്പാട് നമുക്കുണ്ട്.
അതിനെക്കുറിച്ച് ഞാൻ പറയാം. എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ ഞാൻ പറയാം, എല്ലാം വ്യത്യാസപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അതൊരു ഭയങ്കര അപകടമാണ്. എന്നാൽ തല്ലിക്കൊന്നാലും ഒരു ഇഞ്ച് മാറാത്ത ആളുകളുണ്ട്. വചനത്തോടുള്ള വിശ്വസ്തതയല്ല, പാരമ്പര്യത്തോടുള്ള ഒരു കടുംപിടുത്തമാണ്. അവരതിനെക്കുറിച്ച് പറഞ്ഞ പിതാക്കന്മാരുടെ രീതികൾ. അപ്പോൾ അതിനെക്കുറിച്ച് പരീശന്മാർ പറഞ്ഞു കാണിക്കുന്ന കാര്യമുണ്ടല്ലേ, ദ വേ ഓഫ് ദി എൽഡേഴ്സ്. മൂപ്പൻ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ രീതികളനുസരിച്ച് ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തു വന്നത്, നീ എന്താ അങ്ങനെ ചെയ്യാത്തതെന്നുള്ളത് കർത്താവിനെതിരെയുള്ള ഒരു വലിയ ആരോപണമായിരുന്നു. അപ്പം ഞാനത് വീണ്ടും പറയാം. അപ്പോൾ അതുകൊണ്ട് പരിച്ഛേദന എന്ന് പറഞ്ഞ കൂടിയ കാര്യമായിരുന്നു കേട്ടോ, അവർക്കത് വിട്ടുകളയാനും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെങ്കിൽ പരിച്ഛേദന നിങ്ങൾ സുവിശേഷത്തോടുകൂടെ കൂട്ടിച്ചേർത്താൽ അത് സുവിശേഷമല്ലാതെയായി തീരും. ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടുവാൻ, ദൈവത്തിങ്കിൽ നിന്ന് പാപമോചനം പ്രാപിക്കുവാൻ, ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ പരിച്ഛേദന എന്ന് പറയുന്നൊരു ക്രമീകരണം കൂടെ വേണം എന്ന് പറഞ്ഞാൽ അത് സുവിശേഷ നിഷേധ. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട് സ്നാനം കൂടെ വേണമെന്ന് പറഞ്ഞാലോ? അതെന്ത് പറയും? അത് സ്വീകരിക്കണോ? ഇല്ലെന്നേ. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ഞാൻ പറയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി അതല്ലാതെ രക്ഷയുടെ അടിസ്ഥാനമായി നിങ്ങൾ വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് സുവിശേഷത്തിന് നിഷേധമാണ്. ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് അലോൺ ഈസ് ദ ഗോസ്പൽ. യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ കുരിശാണ് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായി ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. അതിനോട് ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. നത്തിങ് ക്യാൻ ബി ആഡഡ്. അതിപ്പോൾ എത്ര ആൾക്കാർ കൂടിച്ചേർന്നാൽ സാധിക്കില്ല. അപ്പം ഞാൻ പറയാം, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇത് സ്വീകരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് വിശ്വാസമാണ്. അല്ലാതെ വേറെ ഒന്നും അതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അതിന് നിങ്ങൾ സ്നാനപ്പെടണം, സഭയിൽ ചേരണം, പിന്നെ മറ്റേ തിരുവത്താഴം എടുക്കണം, പിന്നെ തൈലം പൂശണം, ഇതൊന്നും പറഞ്ഞാൽ അതെല്ലാം സുവിശേഷത്തിൻ്റെ നിഷേധമാണ്. അപ്പോൾ നാം സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലിമരണമാണ്. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി, നമ്മുടെ പാപത്തിന് ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി കൊല്ലപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയാണ് നമ്മളെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനോടൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് അപ്പസ്തലനായ പൗലോസ് പറഞ്ഞൊരു പ്രസ്താവന പറഞ്ഞ് ഞാൻ അടുത്ത പ്രസ്താവനയിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പരിച്ഛേദന സ്വീകരിച്ചാൽ യേശു ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഗലാത്യയിലെ 5-ാമത്തെ അധ്യായം വായിച്ചാൽ അറിയാം. He said, if you add circumcision to the gospel, he said that you have no use of Christ anymore. കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല. നിങ്ങൾ സ്നാനം കൂടെ വേണമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. കാരണം ചോദിച്ചാൽ യേശു ക്രിസ്തു അധികം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചേർത്താലും യേശു ക്രിസ്തു അതിൽ നിന്ന് മാറി നിൽക്കും. യു ലോസ്റ്റ് ക്രൈസ്റ്റ് വെൻ യു ആഡ് എനിത്തിങ് ടു ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ എന്ത് കൂട്ടിച്ചേർത്താലും യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് നഷ്ടമാകും എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. തന്നെയാണ് ഈ ഭേദഭാഗത്ത് പറയാൻ വരുന്നത്. നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് പ്രശ്നം. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. അതാണ് അവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുവാനായിട്ട് മനുഷ്യരുടെ പ്രവൃത്തികൾ വേണം, അല്ലെങ്കിൽ ആചാരങ്ങൾ വേണം, അനുഷ്ഠാനങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ പ്രശ്നമാണ്. അത് മാത്രമല്ല, ഇവരാദ്യമേ പറഞ്ഞതല്ലേ പറഞ്ഞുള്ളൂ. അവരെന്തോ പറഞ്ഞു? പരിച്ഛേദന എന്ന് പറയുന്നൊരു കാര്യം കൂടെ വേണം. നിങ്ങൾ 5-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. ഇത് പിന്നെ എങ്ങോട്ട് പോകുന്നു നോക്കിയേ. അവരെന്തോ പറഞ്ഞത്? 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ പരീക്ഷപക്ഷത്തിൽ നിന്ന് ചിലർ വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റു, അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും പിന്നെ എന്ത് ചെയ്യണം? മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. ഞാൻ പറയാം, ഇത് ഒട്ടകം ഈ കൂടാരത്തിൽ കയറാൻ ചോദിച്ച പോലെ ആകട്ടെ. ഒരു കാല് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ആദ്യമേ. എനിക്കൊരു കാല് വയ്ക്കാനുള്ള സ്ഥലം തന്നാൽ മതി. പിന്നെ അവസാനം വന്നപ്പം ഒട്ടകം ഈ കൂടാരം മുഴുവനും നിറച്ചു വിട്ടോ. പിന്നെ ഇതിയാനിരിക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല. ഇറ്റ് എക്സ്പെൽഡ്. അതിൽ നിന്ന് മറ്റുള്ളവരെ എല്ലാം പുറത്താക്കി. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ചേർത്ത് അവസാനം വരുമ്പോൾ കർത്താവില്ല. ക്രൈസ്റ്റ് ഈസ് ലോസ്റ്റ്. അപ്പം അതുകൊണ്ട് പറയാം, ഒരു കാര്യവും യേശു ക്രിസ്തുവിൻ്റെ
കാൽവറി മരണത്തോടെ നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കുകയില്ല. എന്ത് കാര്യം നമ്മളതിനോട് കൂട്ടിച്ചേർത്താലും, എത്ര വിലയേറിയ കാര്യമായാലും അത് കർത്താവിനെ നഷ്ടമാകുന്ന കാര്യമാണ്. വി ലൂസ് ക്രൈസ്റ്റ് when we add anything to Christ. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മൾ എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ കർത്താവിനെ നമുക്ക് നഷ്ടമാകും എന്ന കാര്യമാണ്. അതുപോലെ വിശ്വാസത്തെ കൊണ്ടുകൂടെ ഇത് സ്വീകരിക്കാനുള്ള മുഖാന്തരം എന്ന് പറയുന്ന വിശ്വാസമാണ്. അതിനോടുകൂടെ നിങ്ങൾ എന്ത് കൂട്ടിച്ചേർത്താലും അത് രക്ഷയുടെ നിഷേധമാണ്. യു റിജക്ട് ദ ഗോസ്പൽ വെൻ യു ആഡ് എനിത്തിങ് ടു the means of salvation, which is actually faith. വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ നിഷേധിച്ചാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണം, തൻ്റെ ബലിമരണം, ദൈവം കർത്താവ് ഒരുക്കിയതായിരിക്കുന്ന ഈ രക്ഷാക്രമീകരണം, അതിനോട് നിങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് സുവിശേഷത്തിൻ്റെ നിഷേധമാണ് എന്നുള്ള കാര്യമാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സുവിശേഷത്തിൻ്റെ നിഷേധം നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ. സുവിശേഷത്തിൻ്റെ നിഷേധം, സുവിശേഷത്തോടെ എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അതിൻ്റെ നേരെ നമുക്ക് ശക്തമായിരിക്കുന്ന പ്രതിഷേധമുണ്ട്, ശക്തമായിരിക്കുന്ന നിലപാടുണ്ട്, ഉണ്ടായിരിക്കണം എന്നതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കമുണ്ട്. അത് നല്ല പ്രശ്നമല്ലേ? അല്പമല്ലാത്ത വാദം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭയങ്കര വാദമെന്ന് അതിൻ്റെ അർത്ഥം. ചില ആൾക്കാർ പറയും, അയ്യോ നമ്മൾ ആളുകളൊക്കെ വിയോജിച്ച് ബൈബിളിൽ പറയാത്ത കാര്യമാണ് ഇവർ പറയുന്നതെന്നൊക്കെ പറഞ്ഞെന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? നമ്മൾ സമാധാനപ്രിയരായിരിക്കുന്ന ഭക്തന്മാരായിരിക്കുന്ന ആളുകളല്ലയോ, നമ്മൾ മിണ്ടാതിരുന്നാൽ പോരെ. അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞ പോലെ, യുദ്ധം വരുന്ന അവസരത്തിൽ ആയുധമെടുക്കാൻ മനസ്സില്ലാത്തയാൾ പടയാളി എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റുമോ? യുദ്ധം വന്നു കഴിഞ്ഞപ്പം ഇവൻ പറയുന്ന ആയുധമെടുക്കൂല എന്ന്, എന്തിനാ പടയാളിയാണ് പോലും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുവാൻ നാം വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ട ആളുകളാണ്. ഈ സുവിശേഷ നിഷേധം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കഴുത്തിന് കത്തിവയ്ക്കുന്ന അപരാധമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയാം, സുവിശേഷം സംരക്ഷിക്കണം കേട്ടോ. സുവിശേഷത്തിൻ്റെ നിർമ്മലത സൂക്ഷിക്കണം. സുവിശേഷത്തിൻ്റെ സത്യം വിട്ടുകളയുവാൻ പാടില്ല, അതിനോട് ഒന്നും കൂട്ടിച്ചേർക്കാനായിട്ട് പാടില്ല എന്നുള്ള നിലപാട് അപ്പോസ്തലന്മാരുടെ നിലപാടായിരുന്നത് പോലെ തന്നെ നമ്മുടെയും നിലപാട് ആയിരിക്കണം. അവരോട് എന്താ യോഹന്നാൻ പറയുന്നത്? എന്തുവാ? അല്പമല്ലാത്ത, നോട്ട് എ ലിറ്റിൽ ഡിസെൻഷൻ ആൻഡ് ആർഗ്യുമെൻ്റ്. അപ്പം വാദവും തർക്കവും ഉണ്ടായിട്ട്, വാദം എന്ന് പറയുന്നത് അവർ പറഞ്ഞ കാര്യങ്ങളുടെ റെപ്യൂട്ടേഷനാ, അല്ല, തർക്കം എന്ന് പറയുന്നത് അവർ പറഞ്ഞ കാര്യത്തിൻ്റെ റെപ്യൂട്ടേഷനാ, വാദം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ സ്ഥിരീകരണമാണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. അവർ പറയുന്നത് എന്തുകൊണ്ട് തെറ്റാണ്, രണ്ടാമത് നമ്മൾ പറയുന്ന കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ പറയുകയും അതിനുവേണ്ടി ഒരു നിലപാടെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവർ സമ്മതിക്കില്ല കേട്ടോ. അപ്പം ഞാൻ പറയുകയാണ്, അത് തന്നെ ആയിരിക്കണം നമ്മുടെ നിലപാടും. സുവിശേഷത്തിന് നിഷേധം അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനെതിരെ പറയുന്ന കാര്യങ്ങളെ ശക്തമായി എതിർക്കുവാനും ആ വിഷയത്തിൽ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കുവാനുള്ള ബാധ്യത വിശ്വാസികൾക്കുണ്ട് എന്നതാണ് ഞാൻ രണ്ടാമത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇവർ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായിട്ട് പോയത് എവിടെയാണെന്ന് ചോദിച്ചാൽ, അവരിൽ ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ അതിന് രണ്ട് കാരണങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് കാരണങ്ങൾ, അതിൽ കൂടുതൽ കാരണങ്ങളുണ്ടായിരിക്കാം. എങ്കിലും ഈ രണ്ട് കാരണങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ചിന്തയാണ്. ഒന്നാമതെന്ന് പറയുന്നത്, ഈ വന്ന ആളുകൾ യെരുശലേമിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഈ പ്രശ്നമുണ്ടാക്കിയ ആൾക്കാരെന്ന് പറയുന്നത് യെരുശലേമിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഈ പ്രശ്നം യെരുശലേമിൽ തന്നെ പോയി പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, ഉപദേശങ്ങളുടെ സ്ഥാപനം, അതിൻ്റെ വ്യക്തത, അതിൻ്റെ കൃത്യത എന്ന് പറയുന്ന അപ്പോസ്തലന്മാരാണ് ഉണ്ടാക്കേണ്ടത്. അടിസ്ഥാന അപ്പോസ്തലന്മാരായിരിക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ സഭയുടെ അടിസ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് ഉപദേശത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ പ്രഖ്യാപനം വരേണ്ടത് അപ്പോസ്തലന്മാരുടെ പക്കൽ നിന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് അവർ അപ്പോസ്തലന്മാരുടെയും യെരുശലേമിലെ മൂപ്പന്മാരുടെയും അടുക്കൽ പോകാനായിട്ട്
നിശ്ചയിച്ചത്. അപ്പം ഈ തർക്കവും പരിപാടികളും ഒക്കെ ഒന്നിലും ഒരു അയവും വരുത്തില്ല കേട്ടോ. പൗലോസൊക്കെ അത് നല്ലോണം തർക്കിക്കുന്നയാളാണ്. എനിക്ക് പൗലോസിനെ വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ബൈബിളിലെ വിശ്വാസത്തിന്, ബൈബിളിൻ്റെ പ്രസ്താവനകൾക്ക് വിരുദ്ധമായിട്ട് ആര് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആര് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരോട് നമുക്ക് തർക്കവും പ്രതിവാദവുമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി ആര് പറഞ്ഞാലും അവരെ എതിർക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. സുവിശേഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം, മറ്റു വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും ഉണ്ടെന്നേ, നമ്മൾ സമ്മതിക്കില്ല. അതിനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എല്ലാവർക്കും അതിനുള്ളതായിരിക്കും ഒരു മനസ്സില്ല. ചിലർ ഒരു മൃദുല ഹൃദയമുള്ള ആൾക്കാരാണല്ലോ അല്ലേ. എന്നാൽ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ദൈവം അങ്ങനെ ഒരു കൃപ തന്നിട്ടുണ്ട് കേട്ടോ. ബൈബിളിൽ എനിക്ക് ബോധ്യപ്പെട്ടതായ കാര്യത്തിന് വിരുദ്ധമായ രീതിയിൽ ആളുകൾ പറഞ്ഞാൽ അതിനെതിർക്കും. ഞാനത് പറയും. ആരോടാണെങ്കിലും പറയണമെന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. പിന്നെ കർത്താവ് അതിനുള്ളതായിരിക്കുന്ന ബലം അധികം തരട്ടെ എന്നുള്ളത് പ്രാർത്ഥന എനിക്കുള്ളൂ. വി വിൽ നോട്ട്, നാം സമ്മതിച്ചു കൊടുക്കുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായതൊന്നും പറയുവാൻ ആരെയും നമ്മൾ സമ്മതിക്കില്ല. അവർ പറയും, പക്ഷേങ്കിൽ അവർ പറഞ്ഞത് തെറ്റാണെന്ന് നമ്മൾ അവരോട് പറയും. വി വിൽ സേ ദാറ്റ്. അത് അവരോട് പറയാനുള്ളതായിരിക്കുന്ന ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ അതിന് വരുമ്പോഴുള്ളൊരു പ്രശ്നം കൂടെ ഞാനിവിടെ പറയാം. ഈ സഹോദരന്മാർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ പറഞ്ഞു, സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നീക്കിയിലും ശമരിയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തരവിനും അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. സഹോദരന്മാർക്ക് സന്തോഷം വരുത്തി. നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷം പോയല്ലോ. പിന്നെ അവനെ സന്തോഷിക്കാൻ പറ്റുമോ? ഇത് വഴക്കായി പോയിന്ന്. അപ്പം ഇനി സന്തോഷിക്കാനും സുവിശേഷം പറയാനും ഒന്നും ആളുകൾക്ക് അനുവാദമില്ലെന്ന്. അല്ലെന്നേ, അങ്ങനൊരു പ്രശ്നമില്ല. സുവിശേഷത്തിൻ്റെ സ്ഥാപനവും അതിനുവേണ്ടിയുള്ള പോരാട്ടവും ഒരു വശത്ത്, സുവിശേഷത്തിൻ്റെ പ്രഘോഷണവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള പ്രവർത്തനവും മറുവശത്ത്, സന്തോഷവും സമാധാനവും ഒരു വശത്ത്, തർക്കവും പ്രതിവാദവും മറുവശത്ത്. അത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. തർക്കമായി കഴിഞ്ഞപ്പോൾ ചിലർക്ക് ഭയങ്കര ക്ഷീണമായിപ്പോയി. അയ്യോ, തർക്കവും പ്രയാസവും ഒക്കെ ആയിപ്പോയല്ലോ, ഇനി നമ്മുടെ സഭകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. അതിനെന്താ മുന്നോട്ട് പോകുന്നതിന് എന്താ പ്രശ്നം? മുന്നോട്ട് പോകാനുള്ള നല്ല വഴിയല്ലേ അത്? സഹോദരന്മാരെ, സുവിശേഷം വിശ്വസിച്ച്, സുവിശേഷം പ്രഘോഷിച്ച്, ദൈവത്തിൽ സന്തോഷിച്ച്, ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ തന്നെ നമ്മൾ മനസ്സ് വയ്ക്കണം. അതിൻ്റെ ഇടയിൽ ദൈവവചനത്തിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങളെ എതിർക്കുകയും അതിനെ നമ്മൾ വിരോധിക്കുകയും അതിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം. ഇത് രണ്ടും ക്രിസ്തീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. രണ്ടും ഒരുപോലെ പോകേണ്ട കാര്യമാണ്. ഞാൻ സഹോദരന്മാരോട് പറയാം, ഞാൻ വിയോജിക്കുന്ന ആളുകളോട്, ഞാൻ ഭാര്യയോടും പറയാറുണ്ട് കേട്ടോ, വിയോജിപ്പെന്ന് പറയുന്നത് വിദ്വേഷമായിട്ട് മാറരുതെന്ന്. വിയോജിപ്പെന്ന് പറയുന്നത് വിദ്വേഷമായിട്ട് മാറരുത്. ചില സഹോദരന്മാരൊക്കെ വിയോജിച്ച് കഴിയുമ്പോൾ പിന്നെ കണ്ടാൽ മിണ്ടത്തില്ല. അതെന്താ? ഉപദേശം പറഞ്ഞില്ലയോ? അതെന്തിനാ നിങ്ങൾ പിണങ്ങുന്നേ? നമ്മൾ തമ്മിൽ വാദിക്കാം. ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്കിതിനെക്കുറിച്ച് സംവാദിക്കാം, സത്യം കണ്ടെത്താം, സത്യത്തിന് വേണ്ടി നമുക്ക് നിലനിൽക്കാം. അതല്ലേ നമ്മുടെ നിലപാടെന്ന് പറയുന്നത്. പിണങ്ങരുത് കേട്ടോ, നിങ്ങൾ ആരും പിണങ്ങരുത്. നമുക്ക് ഒരുമിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് സംവാദിക്കാം, നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. സത്യമല്ലേ ഏറ്റവും പ്രാധാന്യമേറിയത്? സത്യമല്ലേ ഏറ്റവും പ്രാധാന്യമേറിയത്? അതുകൊണ്ട് നമ്മൾ സത്യം കണ്ടെത്തണം. അപ്പോൾ അതാണ് ഞാൻ അതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ പോരാട്ടം കഴിക്കണം. പക്ഷേ പോരാട്ടം കഴിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സന്തോഷവും നമ്മുടെ സുവിശേഷ പ്രവർത്തനത്തിലുള്ള ഉത്സാഹവും അതൊന്നും കളയരുത്. അതൊക്കെ നിലനിർത്തണം. അതിനോട് ചേർന്ന് പോകേണ്ട കാര്യമാണത് എന്ന് ഞാനതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അവർ യെരുശലേമിൽ വന്നു കേട്ടോ. അപ്പോൾ ഇവർ വന്ന വഴി നിങ്ങൾ നോക്കിയാൽ അറിയാം. ഫൊയ്നീക്കിയിലും ശമരിയിലും കൂടെ കടന്ന്, അല്ലേ? ഫൊയ്നീക്കിയിലും, ഈ ഫൊയ്നീക്ക എന്ന് പറയുന്ന സ്ഥലം എവിടാ? ഫൊയ്നീക്ക എന്ന് ഇച്ചിരി മേളിലാണ്, നമുക്കറിയാം. ശമരി എന്ന് പറയുന്നത് ഗലീല കഴിഞ്ഞുള്ളതായിരിക്കും സ്ഥലം. ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ജാതികളുടെ സ്ഥലമാകട്ടോ. ഇവിടെയുള്ള സഭകളെന്ന് പറയുന്നത് ജാതികളുടെ സഭയാണ്. ശമരിയിലെ വിശ്വാസികളെന്ന് പറയുന്നത് യഹൂദന്മാരല്ല. ഫിനീഷ്യയുള്ളതായിരിക്കുന്ന വിശ്വാസികളെന്ന് പറയുന്നത് യഹൂദന്മാരെ കാണുമായിരിക്കും, എങ്കിലും ഭൂരിഭാഗം എന്ന് പറയുന്നത് ജാതികളാണ്. അപ്പോൾ ജാതികൾക്കിത് ഭയങ്കര സന്തോഷമായി കേട്ടോ. ജാതികൾക്ക് സന്തോഷമായി. അപ്പസ്തലനായ പൗലോസ് പറഞ്ഞ കാര്യവും ബർന്നബാസ് പറഞ്ഞ കാര്യവും അവർക്ക് സന്തോഷമായി. പക്ഷേ യെരുശലേമിൽ വന്നപ്പോൾ പരീശപക്ഷത്തുള്ളതായിരിക്കുന്ന ഈ ആളുകൾക്ക് അത്
ഇഷ്ടമായില്ല. അതിനെക്കുറിച്ച് അവർക്ക് തർക്കമായി, അവർക്ക് അത് സങ്കടമായി, അവർക്ക് പ്രതിഷേധമായി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു വാക്ക് പറയാം. ഒരു വാക്ക് പറഞ്ഞ് പിന്നെ മറ്റേ പ്രധാനപ്പെട്ട കാര്യം പറയാതെ നമുക്ക് നേരെ കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിവേ പറഞ്ഞ് എൻ്റെ പൊന്നെ, ഇവരും ആത്മാർത്ഥതയുള്ള മനുഷ്യർ തന്നെയാണെന്നേ. ഈ പരീക്ഷന്മാരെന്ന് പറഞ്ഞ ആളുകളും ആത്മാർത്ഥതയുള്ള ആളുകൾ തന്നെയാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. വിശ്വാസികളെന്ന് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല. അവർ വിചാരിച്ച ചില കാര്യങ്ങൾ സത്യമാണ് എന്നവർ വിചാരിക്കുന്നുണ്ട്. അവരതിനു വേണ്ടി വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവരോടങ്ങ് പിണങ്ങേണ്ട കാര്യമൊന്നുമില്ല. അവർ പറയട്ടെ, ആ കാര്യങ്ങൾ അവർ പറയട്ടെ. അവർ പറയുന്നതിനകത്ത് കേൾക്കാനുള്ളതായിരിക്കും ഒരു ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ടാണ് താഴെ വായിക്കുന്നത്, ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പസ്തലന്മാരും മൂപ്പന്മാരും അതുകൂടി വളരെ തർക്കം ഉണ്ടായതിനു ശേഷം നമ്മൾ തർക്കിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭക്തന്മാർക്ക് ചേർന്ന നിലയിൽ വേണം അത് ചെയ്യാൻ കേട്ടോ. ചില അവസരങ്ങളിലൊക്കെ എനിക്കതിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനതിൽ ഖേദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ഭക്തന്മാർക്ക് ചേർന്ന നിലയിൽ വേണം. വളരെ തർക്കവും ഇവർ തമ്മിൽ തർക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ചില സഭകളിലൊക്കെ അന്ന് കസേര എടുത്തടിക്കും. ഭയങ്കര ബഹളമാ. അതൊന്നുമില്ല. ഇവർ തമ്മിൽ വളരെ തർക്കവും വാദവും ഒക്കെ ഉണ്ടായെങ്കിലും അവർ ശബ്ദം ഉയർത്തിയെന്ന് തന്നെ ഞാൻ വിചാരിക്കണില്ല. ഒരാൾ പറഞ്ഞത് കേൾക്കാൻ മറ്റുള്ളവർ അതിന് അവസരം കൊടുത്തു എന്ന് വേണം വിചാരിക്കാനായിട്ട്. ചർച്ച ചെയ്യുവാൻ, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, ഈ വിഷയത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ആവശ്യമായിരിക്കുന്ന വിശദീകരണങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ അവതരിപ്പിക്കുവാനുള്ള അവസരമുണ്ടായി എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ആ നിലയിലുള്ളൊരു പക്വതയും പാകതയും നമ്മുടെ മധ്യത്തിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മൾ തമ്മിൽ വിയോജിക്കുമ്പോൾ ദൈവഹിതപ്രകാരം അതിനെ വിശദീകരിച്ചു കൊടുക്കുവാൻ, അതിന് തർക്കങ്ങൾക്ക് മറുപടി പറയുവാൻ, ആ പറഞ്ഞ മറുപടി എത്രത്തോളം യുക്തമാണെന്ന് വിശദീകരിക്കുവാൻ, അല്ലേ, അതിനെല്ലാം ഉള്ളതായിരിക്കുന്ന അവസരം ഉണ്ടാകണം. അതിനൊരു വിശാലത നാം കാണിക്കേണ്ടത് ആവശ്യമാണ്. ശരി, അവിടെ സുവിശേഷത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിരിക്കുന്ന പ്രസ്താവന വരുന്നത് അപ്പസ്തലനായ പത്രോസിൽ നിന്നാണ്. ഇത് പത്രോസിൻ്റെ അവസാനത്തെ വാക്കുകളാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോഴേ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ ഇനി പത്രോസ് നിശബ്ദനായിരിക്കും, അദ്ദേഹം ഒന്നും പറയത്തില്ല. ദീസ് ആർ ദ ലാസ്റ്റ് വേർഡ്സ് ഓഫ് പീറ്റർ. അപ്പോസ്തലനായ പത്രോസിൻ്റെ അവസാന വാക്കുകളാണ് ഈ വേദഭാഗത്ത് കാണുന്നത്. ഈ പറഞ്ഞ വേദഭാഗത്ത് പറയുന്ന കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന സുവിശേഷം തന്നെയാണ് അപ്പോസ്തലനായ പത്രോസും ഇവിടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, ഇതിലെ തർക്കമെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിച്ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും നിശബ്ദമായി കേട്ടോ. നിശബ്ദമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. സഹോദരിമാരുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. സഹോദരന്മാരെ, കുറേ നാൾ മുൻപേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. അവരറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ആദ്യമേ പറയുന്നത്. എന്താ അറിയുന്നത്? അപ്പം ഞാൻ ഒരു പ്രസ്താവന അവസാനം പറഞ്ഞാലും മതിയായിരിക്കുമല്ലോ. ഇതിൽ സംക്ഷിപ്തമായി ഞാൻ I'll put everything together and make a statement about what Apostle Peter has said. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ കാര്യം ഞാൻ പറയാം. അപ്പോൾ ആദ്യമേ ഇദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. എന്താ അറിയാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജാതികളോട് സുവിശേഷം പറയാനുള്ള അവകാശം, ഉത്തരവാദിത്വം ദൈവം കർത്താവായ യേശുക്രിസ്തു ഏൽപ്പിച്ചത് അപ്പോസ്തലനായ പത്രോസിനെയാണ്. അതാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ ജാതികളോട് സുവിശേഷം പറയാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തു എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. ഇതെവിടെ വെച്ച് സംഭവിച്ച കാര്യമാണ്? കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ വെച്ച് സംഭവിച്ച കാര്യമാണ്. കർത്താവ് പത്രോസിനെ നേരത്തെ തന്നെ പത്രോസിനോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സുവിശേഷം ജാതികളുടെ ഇടയിൽ പറയാനുള്ളതായിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വമാണ് അതിൽ നമ്മൾ കാണുന്നതെന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. ഏതായാലും ശരി, പത്രോസ് ഇങ്ങനെ മിണ്ടാതെ, പത്രോസ് താല്പര്യമില്ലാതൊക്കെ ഇരിക്കുമായിരുന്നു. അന്നേരമാണ് സ്വർഗത്തിൽ നിന്നുള്ള തുപ്പട്ടി ഇറങ്ങി വന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? ഇതിനെ ഭക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാനിത് ചെയ്തിട്ടില്ല. അപ്പോൾ കർത്താവ് എന്നാ മറുപടി പറഞ്ഞത്, ദൈവം വിശുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചതിനെ നീ അശുദ്ധമെന്ന് വിചാരിക്കരുത്. 3 വട്ടം പത്രോസിന് 3 പ്രാവശ്യം എന്ന് പറയുന്നത് കൂടിയ കാര്യമാകട്ടോ. 3 വട്ടം തള്ളിപ്പളഞ്ഞ ഏതായാലും ശരി, 3 വട്ടം താഴോട്ട് വരും, മേളോട്ട് പോകും, താഴോട്ട് വരും, 3 വട്ടം ആയിക്കഴിഞ്ഞാൽ പുള്ളിക്ക് പേടിയില്ല. ഇത് ശരിയാണ്. അപ്പം അങ്ങനെയാണ് പത്രോസ് എന്ത് ചെയ്യുന്നത്? കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോകുന്നത്. അപ്പം ഈ സുവിശേഷം പറയാനുള്ള നിയോഗം
ദൈവം അപ്പസ്തലനായ പത്രോസിന് കൊടുത്തു. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇത് പറഞ്ഞതിന് ശേഷം തിരിച്ച് യെരൂശലേമിൽ വന്നപ്പോൾ വലിയ ബഹളമായി. അതിന് അപ്പസ്തലനായ പത്രോസ് ഒരു വിശദീകരണം അവരോട് പറഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം എന്ന് പറയാം. അപ്പോൾ സുവിശേഷം പറയാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം, സുവിശേഷം കേട്ട് വിശ്വസിക്കണം. അപ്പോൾ സുവിശേഷം പറയുക, സുവിശേഷം സ്വീകരിക്കുക, സുവിശേഷം വിശ്വസിക്കുക, അതാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ അതിനുള്ള ഉത്തരവാദിത്വം അപ്പസ്തലനായ പത്രോസിനെയാണ് ഏൽപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. അവിടെ പറഞ്ഞു, യഹൂദന്മാർക്കും ജാതികൾക്കും തമ്മിൽ ദൈവം ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിലൂടെയുള്ള ഈ സദ്വർത്തമാനം വിശ്വസിക്കുക എന്നതല്ലാതെ അതിൽ കവിഞ്ഞ ഒരു ഉത്തരവാദിത്വവും രക്ഷയ്ക്കായിട്ട് ദൈവം വെച്ചിട്ടില്ല എന്ന കാര്യം എങ്ങനെയാണ് മനസ്സിലായത് എന്ന് അപ്പസ്തലനായ പത്രോസ് പറഞ്ഞു. ഞാൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേട്ട എല്ലാവരുടെ മേലും വന്നു. അവർ അന്യഭാഷകൾ സംസാരിച്ചു എന്നുള്ള കാര്യം അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ വായിച്ചാൽ അറിയാം. ഈ സംഭവത്തിന് ഏകദേശം ഒരു 10 വർഷം മുമ്പാണ് നടക്കുന്നത്. അപ്പം ഒരു 10 വർഷം മുമ്പ് നടന്ന കാര്യമാണ് അപ്പസ്തലനായ പത്രോസ് വിവരിക്കുന്നത്. സഹോദരന്മാരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. സുവിശേഷം പറയാനായിട്ട് ദൈവം നിയോഗിച്ച മനുഷ്യൻ എനിക്ക് തന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്നെയാണ് ഏൽപ്പിച്ചത്. അത് നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. രണ്ടാമത് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോയിട്ട് സുവിശേഷം പറഞ്ഞു. ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ അതിനിവിടെ ഒരു വിശദീകരണം പറഞ്ഞു കേട്ടോ. ദൈവം അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ സുവിശേഷം വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് അത് കേട്ടോ. ഹൃദയത്തെ ശുദ്ധീകരിക്കുക, പാപത്തെ മോചിച്ചു കൊടുക്കുക, പാപം ക്ഷമിച്ചു കൊടുക്കുക, ദൈവം അവരെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന കാര്യം സുവിശേഷം സ്വീകരിക്കുന്ന അവസരത്തിൽ നടക്കുന്ന കാര്യമാണ്. അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. ഇവർ സുവിശേഷം വിശ്വസിച്ചു എന്നുള്ള കാര്യം എങ്ങനെയാണ് അറിഞ്ഞേ? വിശ്വസിച്ചു എന്നുള്ള കാര്യം എങ്ങനെയാണ് അറിഞ്ഞേ? അവിടെ നോക്കിയപ്പോനെ എങ്ങനെ അറിഞ്ഞേ? എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, അതായത് കാര്യം. ഇവർ വിശ്വസിച്ചു എന്നുള്ള കാര്യം ദൈവം എങ്ങനെ അറിഞ്ഞേ? അവരുടെ ഹൃദയങ്ങളെ കർത്താവിന് അറിയാം. അവർ വിശ്വസിച്ചു എന്നുള്ള കാര്യം കർത്താവിന് അറിയാം. അപ്പം ആ അവസരത്തിലാണ് പരിശുദ്ധാത്മാവിനെ ഇവർക്ക് കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കൊടുക്കുക എന്ന് പറഞ്ഞത് കർത്താവ് സാക്ഷി നിന്നതാണ് എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. ഹി ബോർ വിറ്റ്നസ്. കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്, പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിഷയത്തിന് പിൻബലമായി, അതിൻ്റെ സ്ഥിരീകരണമായി കർത്താവ് ചെയ്ത കാര്യമാണ് പരിശുദ്ധാത്മാവിനെ കൊടുത്തു എന്ന് പറയുന്ന കാര്യം. ഇറ്റ് ഈസ് എ കൺഫർമേഷൻ. എന്താണ് കൺഫർമേഷൻ? പരിച്ഛേദന കൂടാതെ വിശ്വസിച്ചാൽ ദൈവം ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനെ കൊടുക്കും എന്നുള്ള കാര്യം കൊർന്നല്യോസിൻ്റെ വീട്ടിലെ അനുഭവം കൊണ്ട് വ്യക്തമായി എന്നാണ് അപ്പസ്തലനായ പത്രോസ് പറയുന്നത്. ഒരു കാര്യം വ്യക്തമായി. എന്താണെന്ന് ചോദിച്ചാൽ, സുവിശേഷം സ്വീകരിച്ചാൽ ഹൃദയങ്ങൾ ശുദ്ധമാകും, സുവിശേഷം സ്വീകരിച്ചാൽ പാപങ്ങൾ മോചിച്ചു കിട്ടും, സുവിശേഷം സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടും, സുവിശേഷം സ്വീകരിച്ചാൽ നിത്യജീവൻ ലഭിക്കും. അത് ബോധ്യപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചവർക്ക് എല്ലാവർക്കും കിട്ടി. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അതൊരു പ്രത്യേക നിസ്തുല്യമായ കാര്യമാണ്. 10 വർഷം മുമ്പ് നടന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പറയാം, വിശ്വസിച്ച കൊർന്നല്യോസിൻ്റെ വീട്ടിലുള്ളായിരുന്ന ആളുകൾ ആരും പരിച്ഛേദനയേറ്റ ആളുകളല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ, പാപമോചനം ലഭിക്കുവാൻ, രക്ഷ സ്വീകരിക്കുവാൻ പരിച്ഛേദന ആവശ്യമില്ല എന്ന കാര്യമാണ് പത്രോസ് പറഞ്ഞത്. ദൈവം കർത്താവായ യേശുക്രിസ്തു പരിച്ഛേദനയില്ലാത്ത സുവിശേഷം വിശ്വസിച്ച ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത് സുവിശേഷം വിശ്വസിക്കുന്ന ഈ ആളുകൾക്ക് അതിനോട് ചേർത്ത് മറ്റൊന്നും അധികമായിട്ട് ആവശ്യമില്ല എന്നുള്ളതിന് തെളിവായിട്ടാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, പാപങ്ങൾക്ക് മോചനം ലഭിക്കുവാൻ, നിത്യജീവനെ സ്വീകരിക്കുവാൻ മനുഷ്യർക്ക് സുവിശേഷത്തിൻ്റെ സ്വീകരണമല്ലാതെ മറ്റൊന്നും അധികമായിട്ട് വേണ്ട എന്ന കാര്യമാണ് അപ്പോസ്തലനായ പത്രോസ് അവരോട് പറഞ്ഞത്.
അപ്പോൾ സുവിശേഷത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം കൂടെ അദ്ദേഹം പറഞ്ഞു കേട്ടോ. എന്നാൽ ഈ അതിന് മുമ്പ് പറഞ്ഞ കാര്യം കൂടെ പറയണം. ആകയാൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. പരിച്ഛേദന ഇല്ലാത്ത കൊർന്നല്യോസിൻ്റെ വീട്ടിലുള്ള ആളുകൾ, പരിച്ഛേദന ലഭിച്ച പെന്തക്കോസ് നാളിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ, ഇവർക്ക് തമ്മിൽ ദൈവം ഒരു വ്യത്യാസവും വെച്ചില്ല. പരിച്ഛേദന ഉള്ളയാളിനും പരിച്ഛേദന ഇല്ലാത്തയാളിനും സുവിശേഷം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അതാണ് ഇവർ നമ്മൾ യോജിച്ചതെന്ന് പറയുന്നത്. അതാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യരുടെ യാതൊരു വിധമായ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും പരിപാടികളും സുവിശേഷം സ്വീകരിക്കുന്നതിന്, രക്ഷിക്കപ്പെടുന്നതിന് അധികം അതിന് അഡീഷണലായിട്ട് ആവശ്യമില്ല എന്ന കാര്യമാണ് അപ്പസ്തലനായ പത്രോസ് അവരോട് പറയുന്നത്. സുവിശേഷം വിശ്വസിക്കുക. അതിൻ്റെ സംക്ഷിപ്ത രൂപം പറഞ്ഞിട്ട് ഞാൻ ഈ നുകത്തിൻ്റെ കാര്യം കൂടെ പറയാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് ദ ഗോസ്പൽ. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്നതാണ് സുവിശേഷം. ഇതല്ലയോ അപ്പസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് തന്നെയല്ലേ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അത് തന്നെയാണ് അപ്പസ്തലനായ പത്രോസ് പറഞ്ഞത്. കൃപയാൽ രക്ഷിക്കപ്പെടുന്നു, ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെടുന്നു. വിശ്വാസമാണ് ഈ രക്ഷ സ്വീകരിക്കുവാനുള്ള മുഖാന്തരം. ഇതിന് പ്രവൃത്തികളൊന്നും വേണ്ട എന്നുള്ളത് കൊണ്ട് ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമായി ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ ലഭിക്കുന്നു എന്ന സന്ദേശമാണ് സത്യസുവിശേഷം എന്ന് പറയുന്നത്. അതാണ് ദാറ്റ് ഈസ് ദ ഗോസ്പൽ. അതാണ് അപ്പസ്തലനായ പത്രോസ് ഇവിടെ പറയുന്ന കാര്യം. അപ്പോൾ അതാണ് എൻ്റെ 3-ാമത്തെ പോയിന്റ്. കൃപയാൽ വിശ്വാസം മൂലം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ദൈവം രക്ഷ കൊടുക്കുന്നു എന്ന സന്ദേശമാണ് സത്യസുവിശേഷം എന്ന് പറയുന്നത്. അതാണ്. അതിനോട് യാതൊരു പ്രവൃത്തികളും കൂട്ടിച്ചേർക്കാനായിട്ട് പാടില്ല. സൗജന്യമായി, മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൂടാതെ, ആചാരങ്ങൾ കൂടാതെ, അനുഷ്ഠാനങ്ങൾ കൂടാതെ ദൈവം സൗജന്യമായി യേശുക്രിസ്തുവിൻ്റെ ചെലവിൽ, യേശുക്രിസ്തു കാൽവരിയിലെ കുരിശിൽ നമുക്ക് പകരക്കാരനായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പാപത്തിന് പരിഹാരം വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സൗജന്യമായിട്ട് വിശ്വസിക്കുന്നവർക്ക് രക്ഷ ലഭിക്കുന്നു എന്ന കാര്യമാണ് അപ്പസ്തലനായ പത്രോസ് പറയുന്നത്. ദാറ്റ് ഈസ് ഹിസ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതാണ് താൻ പറയുന്നതായിരിക്കും പ്രസ്താവന. പത്രോസ് പിന്നെ യാക്കോബിനോട് ചേർന്ന് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റേതായ ഒരു പ്രസ്താവന പിന്നീട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഫൈനൽ പ്രസ്താവന പത്രോസ് പറഞ്ഞ അതേ സുവിശേഷം തന്നെയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം വഴി രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അത് പൗലോസിൻ്റെ സുവിശേഷം മാത്രമല്ല, അത് പത്രോസിൻ്റെ സുവിശേഷവുമാണ്. കൃപയാൽ, കൃപയാൽ, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ, കർത്താവായ യേശുക്രിസ്തുവിന് നമ്മളോടുള്ള സ്നേഹം നിമിത്തം, തൻ്റെ നമ്മളെക്കുറിച്ചുള്ള കരുണ നിമിത്തം, പരിഗണന നിമിത്തം ദൈവം നമ്മളെ രക്ഷിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് യേശുക്രിസ്തുവിനെ നമുക്ക് പകരക്കാരനായി നമ്മളുടെ പാപത്തിൻ്റെ കുറ്റം അവൻ്റെ മേൽ വെച്ച് അവന് ആ പാപത്തിൻ്റെ ശിക്ഷ, ക്രൂശിലെ മരണമെന്നുള്ള ശിക്ഷ നൽകി പാപത്തിന് പരിഹാരം വരുത്തി. അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് തെളിവായി കർത്താവായ യേശുക്രിസ്തുവിനെ 3-ാം നാളിൽ അവൻ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതാണ്. അതിനോട് നിങ്ങളൊന്നും കൂട്ടിച്ചേർക്കാനായിട്ട് പാടില്ല. എന്നിട്ട് പത്രോസ് പറഞ്ഞ ഉപസ്ഥാനം പറയാം. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരെ കഴുത്തിൽ വയ്പ്പാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? സുവിശേഷത്തോടുകൂടെ നിങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് നുഖമാണ് എന്നാണ് അപ്പസ്തലനായ പത്രോസ് പറയുന്നത്. അത് നുഖമാണ്, അത് ഭാരമാണ്, ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം അനുവദിക്കാത്ത നുഖമാണ് സുവിശേഷത്തോടുകൂടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത്. അത് മാത്രമല്ല കേട്ടോ,
അത് ദൈവത്തിന് നേരെയുള്ള, ദൈവത്തെ പരീക്ഷിക്കുന്ന കാര്യമാണ്. ദൈവത്തെ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് താഴോട്ട് ചാടാനൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവല്ലോ. മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കരമായ ഒരു അപരാധമാണ് ദൈവത്തെ പരീക്ഷിക്കുക എന്ന് പറയുന്നത്. ദൈവം പറഞ്ഞത് വിശ്വസിക്കുവാൻ മനസ്സില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ മസാനാളിലും മെരീബയിലും വെച്ച് നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി ദൈവത്തോട് മത്സരിച്ചതുപോലെ നിങ്ങൾ ദൈവത്തോട് മത്സരിക്കരുത്, ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തെ പരീക്ഷിക്കുന്നതിലുള്ള ഏറ്റവും വലിയ പരീക്ഷ എന്താണെന്നറിയാമോ? ദൈവം ഒരുക്കിയ രക്ഷ മതിയാവുകയില്ല, അതിന് എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റും എന്നുള്ളതായിരിക്കുന്ന അവകാശവാദമാണ് ദൈവത്തിന് നേരെ നാം ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമെന്ന് പറയുന്നതാണ്. നമ്മൾ ഏറ്റവും വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ പാപങ്ങളെ അംഗീകരിച്ച് പാപത്തിന് ശിക്ഷയായിരിക്കുന്ന നരകം നമുക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ദൈവം തരുന്ന സൗജന്യമായ ഈ രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കുക എന്നതാണ് രക്ഷിക്കപ്പെടുവാനുള്ള വഴി. അല്ലാതെ മറ്റൊരു വഴിയിൽ കൂടെയും രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ സുവിശേഷം സ്വീകരിച്ച ആളാണോ? സുവിശേഷം വിശ്വസിച്ച ആളാണോ? രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ പാപങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പേരിൽ ദൈവം ക്ഷമിച്ചു തന്നിരിക്കുന്നു. അവനെ കാൽവരിലെ കുരിശിൽ കൊല കൊടുത്തുകൊണ്ട് തന്നെ കുരിശിൽ തറച്ചു കൊന്ന് നമ്മുടെ പാപത്തിന് ശിക്ഷയ്ക്ക് പരിഹാരം വരുത്തിയ ദൈവം നൽകിയ ഈ സൗജന്യമായ ദാനം വിശ്വാസത്താൽ സ്വീകരിക്കുന്നുവെങ്കിൽ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും എന്ന കാര്യമാണ് അപ്പോസ്തലനായ പത്രോസ് നമ്മളോട് പറയുന്നത്. എത്ര അത്ഭുതകരമായ സുവിശേഷം, എത്ര അത്ഭുതകരമായ സുവിശേഷം! യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി ദൈവം രക്ഷ നൽകുന്നു എന്ന ആ സന്ദേശമാണ് സത്യ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പം സുവിശേഷത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ സുവിശേഷം നഷ്ടമാകും കേട്ടോ. സുവിശേഷത്തിന് നിർമ്മലതയ്ക്ക് വേണ്ടി പോരാട്ടം കഴിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിനോട് ചേർത്ത് നമ്മൾ സന്തോഷം നഷ്ടപ്പെടുത്തി കളയരുത്. സത്യസുവിശേഷം എന്ന് പറയുന്നത് കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി സൗജന്യമായി വിശ്വസിക്കുന്നവർക്ക് ദൈവം നിത്യജീവൻ കൊടുക്കുന്നു എന്ന ആ സന്ദേശമാണ് സുവിശേഷം. ഇഫ് യു മേക്ക് എനി ചേഞ്ചസ്, ഇറ്റ് ഇസ് നോട്ട് ഗോസ്പൽ, ഇറ്റ് ബിക്കംസ് എ യോക്ക്, ഇറ്റ് ഇസ് എ ബർഡൻ. കാര്യം ചോദിച്ചാൽ ഒരു വാക്കോട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 99.9% യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി കൊണ്ട് രക്ഷസാധ്യമായി എന്ന് വിചാരിച്ചോളൂ. നമുക്കെന്താ വെച്ചു? 0.01 മാത്രമേ നമുക്ക് ബാക്കി വെച്ചുള്ളൂ. 99.9% തമ്പുരാൻ ഏതായാലും ചെയ്തു. ഞാൻ പറയാം, അത്രയും ബാക്കി വെച്ചാൽ ലോകത്തിൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. കാരണം 0.01 ദൈവം പറയുന്നത് പോലെ നിവർത്തിക്കുവാൻ നമ്മെക്കൊണ്ട് കഴിയുകയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ വഹിക്കുവാൻ കഴിയാത്ത ഈ മുഖം ശിഷ്യന്മാരുടെ മേൽ വെച്ച് കെട്ടരുത് എന്ന കാര്യമാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. We will not be able to. ദൈവം പറയുന്നത് പോലെ. ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ ദൈവമാണ് തീരുമാനിക്കുന്നത് കേട്ടോ. ഞാൻ എന്തൊരു പരിശ്രമമായിരുന്നു എന്നാണ് പറയുന്നത്. തമ്പുരാനോട് ചോദിക്കണം. 100% പൂർണ്ണതയോടുകൂടെ ദൈവം പറഞ്ഞത് നിവർത്തിക്കുവാൻ ഒരു മനുഷ്യനും കഴിയാത്തത് കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ചെലവിൽ സൗജന്യമായല്ലാതെ ആർക്കും രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല എന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. ഓ, വാട്ട് ആൻ അമേസിങ് ഗോസ്പൽ! എത്ര അത്ഭുതകരമായ സുവിശേഷമാണ്. അതിന് മുൻപിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസേനയിൽ താഴ്ത്താം. കർത്താവായ യേശുക്രിസ്തുവിനും തൻ്റെ സുവിശേഷത്തിനുമായി കർത്താവിനോട് നമുക്ക് നന്ദി പറയാം. അവൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കുവാൻ അവിടുത്തെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച കർത്താവേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളുടെ മുഴു ശിക്ഷയും കർത്താവായ യേശുക്രിസ്തു തൻ്റെ മേൽ ചുമന്നുകൊണ്ട് ഞങ്ങൾക്ക് പകരക്കാരനായി മരിച്ച് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നിത്യമായി അവിടുന്ന് വിടുവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. അത് വിശ്വാസത്താൽ സ്വീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നല്ലോ, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അതിൽ ജീവിക്കുവാൻ, അതിന് എല്ലാ ഫലവും അനുഭവിപ്പാൻ, അതിന് രൂപാന്തരം അനുഭവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.